വസല്ലം തങ്ങളെ കാലം മുതൽ ലോകത്ത് മാറ്റം വരാത്തൊരു കാര്യം. മുത്തുനബിന്റെ കാലഘട്ടത്തിലെ പള്ളി പോലെയാണോ നമ്മുടെ പള്ളി? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തിലെ വീട് പോലെയാണോ നമ്മുടെ വീട്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തിലുള്ള വാഹനം പോലെയാണോ നമ്മുടെ വാഹനം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തിൽ ഡ്രസ് പോലെയാണോ നമ്മുടെ ഡ്രസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തിലുള്ള കല്യാണം പോലെയാണോ നമ്മുടെ നാട്ടിലെ ഇന്നത്തെ കല്യാണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏത് കാര്യമായിരുന്നു നമ്മുടെ നാട്ടിലുള്ളത്? അന്നത്തെ കച്ചവടം പോലെയാണോ ഇന്നത്തെ കച്ചവടം? അന്നത്തെ വാഹനം പോലെയാണോ ഇന്നത്തെ വാഹനം? എന്നാൽ അന്നും ഇന്നും എന്നും മാറ്റം വരാത്തൊരു കാര്യമുണ്ട്. അന്നും ഒരു മനുഷ്യൻ മരിച്ചാൽ 3 കഷ്ണം തുണിയിലാ കഫൻ ചെയ്യാറുള്ളത്. അവിടെ മുന്തിയത് എന്ന് ചോദിക്കാറില്ല, മീഡിയൻ എന്ന് പറയാറില്ല, ഒരു സെറ്റ് കഫൻ തുണിയെ പറയാറില്ല. കഫൻ ചെയ്യുന്നിടത്ത് വ്യത്യാസങ്ങളൊന്നുമില്ല. അന്നും ഇന്നും ഖബർ ഒരുപോലെയാണ്. ഖബറിന് പ്രത്യേകമായി മാറ്റങ്ങളൊന്നുമില്ല. ഒരാളെ ഖബറിന് അടിയിൽ ഫ്ലോറിൽ ടൈലുകൾ വിരിച്ചിട്ടില്ല, ചുമരുകൾ തേച്ച് മിനുക്കിയിട്ടില്ല, ഇലക്ട്രിക് സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല, ഫാനില്ല, കാറ്റിന്റെ വെളിച്ചമില്ല, ഇടുങ്ങിയതായിരിക്കുന്ന ഖബർ. ഒരു മനുഷ്യന് ശരിക്കും ലെവൽക്ക് നിവർന്ന് കിടക്കാൻ പറ്റാത്ത ഖബർ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാൻ പറ്റാത്ത ഖബർ, ചെരിഞ്ഞു മാത്രം കൊള്ളുന്ന ഖബർ. ശരിക്കാ ഖബറിൽ കിടക്കുന്ന രംഗം ഓർത്ത് നോക്കിയേ. നിന്റെ ഒരു കൈ താഴ്ഭാഗത്തും ഒരു കൈ മേൽഭാഗത്തുമായിട്ട് നിന്റെ കഴുത്ത് ഒഴിഞ്ഞ രൂപത്തിൽ കിടക്കുന്ന കിടത്തം, നീ ചെരിഞ്ഞു കിടത്തിരിക്കുന്ന കിടത്തം, 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ കിടത്തം. അങ്ങനെ ഖബറിലേക്ക് ഇറക്കി കിടത്തിയ ശേഷം ഒരാൾ കാണാം, അതിൽ കുനിഞ്ഞു കിടക്കുന്നത് കാണാം. കുനിഞ്ഞു കിടക്കുന്ന ആൾ ചെയ്യുന്നത് എന്താണെന്നറിയുമോ? ചെറുപ്പക്കാരെ അറിയണം, കാണണം, വീഡിയോ എടുക്കണം, പകർത്തണം, നിന്റെ ഭാര്യക്ക് കൊണ്ടുപോയി കൊടുക്കണം, നിന്റെ ഉമ്മക്ക് കൊണ്ടുപോയി കൊടുക്കണം, അവരറിയട്ടെ. കല്യാണത്തിന് പുതിയാപ്പിളർക്ക് വല്ല ഫോട്ടോ എടുക്കേണ്ടത്. പുതിയാപ്പിള പക്ഷെ ഇനിയും ഇറങ്ങാൻ സാധ്യത ഉണ്ട്, ഇനി ഇറങ്ങാൻ സാധ്യതയില്ല, ഇത് ലാസ്റ്റ് ഇറക്കാം, ഇനി ഇറങ്ങുന്നില്ല. പുതിയാപ്പിള ഒരു പക്ഷെ 2ാമത്തെ കല്യാണത്തിന് ഇനി ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഈ കല്യാണം ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. അതേ സമയത്ത് ഖബറിലേക്ക് കൊണ്ടുപോയ ഈ ഇറക്കം ഇനി 2ാമത് ഇറങ്ങുന്ന പരിപാടിയില്ല. വലിയ വലിയ സൗകര്യപ്രദമായിരിക്കുന്ന ടൊയോട്ട കമ്പനിയുടെ വാഹനങ്ങൾ നിന്റെ ഷെഡിലുണ്ട്. വാഹനത്തിൽ നിന്നെ കയറ്റിക്കിടത്തുന്നില്ല, നിന്നെ കയറ്റിക്കിടത്തുന്ന 6 കാലുള്ള മയ്യത്ത് കട്ടിയില്ല. ആ വാഹനത്തിന് ഡ്രൈവർ അവർക്ക് സ്ട്രൈക്കില്ല. അവിടെ ഇന്ധനം നടക്കേണ്ട പ്രശ്നമില്ല. ആ വാഹനം എപ്പോഴും സ്റ്റോക്കാണ്. നിന്റെ മഹല്ലത്തിലെ പള്ളിയിലുണ്ടാകും നിന്നെ കൊണ്ടുപോകാനുള്ള വാഹനം. അത് കൊണ്ടുപോകുന്ന ഡ്രൈവർമാർ നിന്റെ സമീപത്തുണ്ടാകും, നിന്റെ കുടുംബത്തിനുണ്ടാകും. അങ്ങനെ കൊണ്ടുപോയി നിന്നെ കബറിൽ കിടത്തിയിട്ട് ഈ കബറിലേക്ക് ചെരിഞ്ഞു കിടക്കുന്ന മനുഷ്യൻ ചെയ്യുന്നത് തലക്കുമീതയുള്ള കെട്ടഴിച്ചിട്ട് നിന്റെ ഓരോ തുണികളും നിന്റെ കബളിന്റെ ഭാഗത്തുനിന്ന് നീക്കിയിട്ട് നിറയെ പഞ്ഞികളെ കൊണ്ട് മൂടിവെച്ചിരിക്കുന്ന കണ്ണും മൂക്കും മുഖവും അതെല്ലാം മാറ്റിയിട്ട് നിന്റെ ശറഫാക്കപ്പെട്ട 1000 സൗന്ദര്യവർദ്ധക വസ്തുക്കളെ കൊണ്ട് നീ ഭംഗി കൂട്ടിയ നിന്റെ മുഖം, കാലത്തെഴുന്നേറ്റ് ഷേവ് ചെയ്തിരുന്ന നിന്റെ മുഖം, പലതും തേച്ചൊട്ടിച്ചിരുന്ന നിന്റെ മുഖം, പെങ്ങളെ നീ കൺമഷി എഴുതിയിരുന്ന നിന്റെ മുഖം, നിന്റെ ലിപ്റ്റിക് കൊട്ടിച്ചിരുന്ന നിന്റെ മുഖം, ചുകപ്പിച്ച ചുണ്ടുകൾ ഉണ്ടായിരുന്ന നിന്റെ മുഖം, ആ മുഖമിതാ ഒരു മണ്ണെടുത്തിട്ട് മണ്ണിൽ വെള്ളം ചേർത്ത് ചളിയാക്കിയിട്ട് നിന്റെ കവളിന് താഴെ വെച്ചിട്ട് നിന്നെ അതിൽ തന്ന് അമർത്തുകയാ. അതിനുശേഷം മേൽഭാഗത്ത് ഭാരിച്ച കല്ലുകൾ വെച്ച് ഓരോ ഹോളുകളും അടച്ച് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം പോലും തടഞ്ഞ്, ലൈറ്റുകളില്ല, അല്ലാ വെളിച്ചമില്ല. അതിനുശേഷം അല്ലാ എല്ലാ ഹോളുകളും ചുറ്റിയടച്ചതിനു ശേഷം നിന്റെ സ്വന്തക്കാരും ബന്ധുക്കാരും പ്രിയപ്പെട്ട ഭർത്താവ് ഉൾപ്പെടെ പ്രിയപ്പെട്ട മക്കൾ ഉൾപ്പെടെ ഒരു പിടി മണ്ണ് വാരി നിന്റെ ശരീരത്തിന് മുകളിലേക്ക് എറിയുകയാ.
ശേഷം കൈക്കോട്ട് കൊണ്ട് കബർ മൊത്തം നിറച്ച് 2 മീസാൻ കല്ല് കുത്തി ഒരു മൈലാഞ്ചി ചെടിയോ സമാനമായ ഒരു ചെടിയോ കുത്തിയിട്ട് ഒരു തൊട്ടി വെള്ളമൊഴിച്ച് ഏതോ ഒരു മുസ്ലിയാർ പള്ളിയിലെ ഖത്തീബോ മുഅദ്ദിനോ നിനക്ക് തൽഖീൻ ചൊല്ലിത്തരികയാ. ശേഷം ഒരു ഫാത്തിഹ സൂറത്ത് ഓതി ദുആ ചെയ്യുകയാ. നിന്റെ ഉറ്റവരും മുളയവരും മുഴുവനും പടിയിറങ്ങുകയാ. നീയായി നിന്റെ പാടായി ഇന്നു മുതൽ നീ അനുഭവിച്ചോ, നീ അനുഭവിച്ചോ. ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റുകളും കുറ്റങ്ങളുടെയും തിക്തഫലങ്ങൾ അനുഭവിച്ചോ. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ആദ്യത്തെ രാത്രി പോലും നിന്റെ കൂടെ കിടക്കാൻ, നിന്റെ പ്രിയപ്പെട്ട മക്കൾ നിന്റെ കൂടെ കിടക്കാൻ, നിന്റെ ആത്മമിത്രം നിന്റെ കൂടെ കിടക്കാൻ ആദ്യത്തെ രാത്രി പോലും അവിടെ വന്നില്ലല്ലോ. എല്ലാവരും പിരിഞ്ഞു പോയി. മിനിറ്റുകൾ കഴിയുമ്പോൾ നിന്റെ മുൻഭാഗത്തുള്ള ഭിത്തികൾ കൊതാ കുത്തിത്തെറിക്കുന്നു. അതിശക്തമായ തേറ്റപ്പല്ലുകളെ കൊണ്ട്, മുന്നിലേക്ക് തള്ളിയ പല്ലുകളെ കൊണ്ട്, അതാ തിളങ്ങുന്ന കണ്ണുകളെ കൊണ്ട്, കറുത്തിരിന്റെ രൂപമുള്ള ഒരു മലക്ക് നിന്റെ കബറിൽ വരുന്നു. വന്നിട്ട് ആ മലക്ക് ചെയ്യുന്നതെന്താ? ഇതൊക്കെ ഹബീബ് പഠിപ്പിച്ചത്. നിനക്ക് വിശ്വാസമുണ്ടോ? നിനക്കുറപ്പുണ്ടോ? നിന്റെ ഉപ്പ അനുഭവിച്ചില്ലേ? നിന്റെ പലരും അനുഭവിച്ചില്ലേ? അതിനുശേഷം നിന്റെ കബറിന്റെ പുറത്തുള്ള ആത്മാവും ഈ ശരീരവും തമ്മിലൊന്ന് ബന്ധിപ്പിച്ചതാ. അപ്പോഴേക്ക് നിന്റെ കണ്ണുകൾ തുറന്നതാ, നിന്റെ ചുണ്ടുകൾ ത്രസിക്കുകയാ, നിന്റെ ചെവി നന്നായിട്ട് കേൾക്കുകയാ, നിന്റെ കൈകൾ ഇളകുകയാ. നെഞ്ഞിന്റെ താഴോട്ട് നിനക്ക് ജീവില്ല, ചലനമില്ല. കൈകൾ ചലിക്കുന്നുണ്ട്, കണ്ണുകൾ മിഴിക്കുന്നുണ്ട്, ചുണ്ടുകൾ ത്രസിക്കുന്നുണ്ട്. അല്ലാഹ് അല്ലാഹ്. ഇത് പറയാൻ സമൂഹത്തിലാളുണ്ടോ? ഇത് കേൾക്കാൻ സമൂഹത്തിലാളുണ്ടോ? ഈമാൻ ഇതൊക്കെയല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇത് വിശ്വസിക്കാത്തവൻ മുസ്ലിമാകുമോ? നിസ്കരിക്കണോ? നോമ്പെടുക്കണോ? ധർമ്മം കൊടുക്കണോ? ദിക്റ് ചൊല്ലണോ? ഈ റൗമാൻ മലക്ക് പറയുന്നു, ഇത് നിന്റെ സുഖലോലുപതയുടെ വീട് അല്ല. ഇവിടെ കട്ടിലില്ല, ഇവിടെ ബെഡില്ല, ബെഡ്ഷീറ്റില്ല, ലൈറ്റുകളില്ല. ഇവിടെ നിന്റെ സന്ദർശകര് അതേ റബ്ബിന്റെ മലക്കുകളാ. ഇവിടെ നിന്റെ കൂടെ കിടക്കാൻ വരുന്നത് ഭാര്യയല്ല, ഉറ്റവരല്ല, 1.5 മുഴമുള്ള പുഴുക്കളാ. 2-3 ദിവസം കഴിയുമ്പോ നിന്റെ കണ്ണോ കുഴിഞ്ഞു പോയി, നിന്റെ കവിളോ തുളഞ്ഞു പോയി, നിന്റെ പല്ലുകൾ പുറത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു, നിന്റെ കൊടൽമാല മുഴുവനും പുറത്ത് ചാടി. നീ അവിടെ പുഴുക്കൾ തിന്നുകൊണ്ട് മത്സരിക്കുകയാ. ഈ റൗമാൻ എന്ന മലക്ക് പറയുന്നു, കാത്തു കിടന്നോ, ഫത്താനുൽ ഖബർ വരുന്നു, മുൻകർ നക്കീർ വരുന്നു, നിന്നെ ചോദ്യം ചെയ്യാൻ പോകുന്നു. നിന്റെ വിശ്വാസത്തെ പറ്റി അല്ലാഹുവിനെ അറിഞ്ഞിട്ടുണ്ടോ? നബിനെ അറിഞ്ഞിട്ടുണ്ടോ? ഖുർആൻ അറിയുമോ?
ചോദിക്കുമ്പോൾ നീ കിടന്ന് പെടയുകയാ. ദുനിയാവിൽ റബ്ബിനെ പഠിച്ചവൻ, റബ്ബിനെ കുറിച്ച് കേട്ടവൻ, അതിനെപ്പറ്റി വേണ്ടതുപോലെ മനസ്സിലാക്കിയവൻ, ഈമാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചവരില്ലയോ? തങ്ങളറിഞ്ഞവരില്ലയോ? തങ്ങളെപ്പറ്റി പഠിച്ചവരില്ലയോ? ഖുർആൻ പഠിച്ചവരില്ലയോ? നിസ്കാരം നിർവഹിച്ചവരില്ലയോ? മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ തിരിച്ചറിഞ്ഞവരില്ലയോ? എനിക്കെന്റെ റബ്ബ് അല്ലാഹു ജല്ല ജലാലുഹു നബി മുസ്തഫ ദീൻ ഇസ്ലാമു മറുപടി പറയുന്നതാ, ആശീർവദിക്കുന്നതാ, സമാധാനം കിട്ടുന്നതാ. ഇതൊക്കെ എന്റെയും നിന്റെയും ജീവിതത്തിന്റെ അവസാനം വരാനുള്ളതാ. ومن ورائهم برزخ إلى يوم يبعثون. അതേ മരണം കഴിഞ്ഞാൽ മരണത്തിന്റെ അപ്പുറത്ത് പുനർജന്മ നാള് വരെ മറഞ്ഞൊരു ജീവിതമുണ്ട്, മറ്റൊരു ജീവിതമുണ്ട്, അനുഭവിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, ഖുർആനിലുണ്ട്. ഈ വിശ്വാസം എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് മുഅ്മിനീങ്ങൾക്ക് എപ്പോഴും പേടിയുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ്